നമ്മൾ ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന ഈ മുന്നണികളിൽ എത്ര മന്ത്രിമാർക്ക് കാര്യമായ വിവരവും ബുദ്ധിയും ഉണ്ട്? എത്ര മന്ത്രിമാരുണ്ട് ക്വാളിറ്റി ഉള്ളവർ? ഫയല് നോക്കാൻ അറിയാത്തവരും വിവാദങ്ങൾ ഉണ്ടാക്കാൻ മാത്രം അറിയുന്നവരും ചേർന്ന് ഈ നാടിനെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്? നമുക്ക് വേണ്ടത് വെറും രാഷ്ട്രീയക്കാരെയല്ല, മറിച്ച് വിവരവും കഴിവും ക്ലീൻ ട്രാക്ക് റെക്കോർഡും ഉള്ള നേതാക്കന്മാരെയാണ്. വോട്ട് ചെയ്യുമ്പോൾ ഇനി വെറും ചിഹ്നം മാത്രം നോക്കിയാൽ പോരാ, തലച്ചോറ് ഉപയോഗിച്ചൊരു തീരുമാനമെടുക്കണം. അവിടെയാണ് ഈ 3 പേരുടെ പ്രസക്തി. പക്ഷേ ഇതിനെ രാഷ്ട്രീയം മാത്രം നോക്കി അളക്കാതെ ഈ ബുദ്ധി കൂടി ഉപയോഗിച്ച് ഒന്ന് നോക്കൂ. നരേന്ദ്രമോദി ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിർത്തിയ ആ ഭരണ പാഠവും. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, നരേന്ദ്രമോദിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്. അദ്ദേഹം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയും അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും നമുക്ക് മുന്നിൽ തെളിയിച്ച് കാണിച്ചതാണ്. ഇനി എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അതുപോലെ അടുത്തത് രാജീവ് ചന്ദ്രശേഖർ. ടെക്നോളജി എന്താണെന്നും ഇന്നൊവേഷൻ എങ്ങനെ നാടിനെ മാറ്റുമെന്നും കൃത്യമായി അറിയുന്ന വിഷനറിയാണ് അദ്ദേഹത്തിൻ്റെത്. അടുത്തത് സാബു എം ജേക്കബ്. എതിർപ്പുകളെയും ഭീഷണികളെയും ഒക്കെ അതിജീവിച്ച് 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകിയ വ്യക്തി. ഇതൊരു ഗംഭീര കോംബോ ആണ്. ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ സാബുവും അതിന് ഇന്നൊവേറ്റീവായ ഐഡിയ നൽകാനായി രാജീവ് ചന്ദ്രശേഖറും എല്ലാം നടപ്പിലാക്കാൻ മോദിയുടെ കരുത്തും. ലോക നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, മികച്ച ഹെൽത്ത് കെയർ, നമ്മുടെ നാട്ടിൽ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ. ഇതാണ് നമ്മുടെയൊക്കെ സ്വപ്നം. ഇനി വേണ്ടത് ഭീഷണിയല്ല, വളർച്ചയാണ്. അഴിമതിക്കും അഹങ്കാരത്തിനുമുള്ള മറുപടി വികസനത്തിലൂടെ തന്നെ നൽകണം. ബുദ്ധിയുള്ളവർ ഭരിക്കട്ടെ, കഴിവും ക്വാളിറ്റിയും ഉള്ളവർ നയിക്കട്ടെ. വികസിത കേരളത്തിനായി നമുക്ക് ഈ മാറ്റത്തിനൊപ്പം നിൽക്കാം. ഭീഷണിയല്ല, വികസനമാണ് വേണ്ടത്. നമ്മുടെ മന്ത്രിമാരുടെ ക്വാളിറ്റി ഒന്ന് പരിശോധിക്കേണ്ടേ? ഇനി വെറും രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യരുത്, തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുക. വിവരവും ബുദ്ധിയും കഴിവും ഉള്ളവർ കേരളത്തെ നയിക്കട്ടെ. ഈ കണ്ട 70 വർഷം ഈ 2 കൂട്ടർക്കും നമ്മൾ ഇഷ്ടംപോലെ അവസരം കൊടുത്തു. വെറും 5 വർഷം ഇവർക്ക് കൊടുത്താൽ എങ്ങനെയുണ്ട് ഇവരുടെ കഴിവ് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാലോ. എന്ത് തോന്നുന്നു?